എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ നടക്കുന്നത്? അതെ, ദിവസം തോറും വളരെ വലിയ അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ഭൂമിയുടെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ അറിയാറുണ്ട് അല്ലേ? അങ്ങനെ അത്ഭുതങ്ങളും നിഗൂഢതകളും ഒക്കെ നിറഞ്ഞ ഒരു ദ്വീപിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ദ്വീപിൻ്റെ പേരെന്ന് പറയുന്നത് നോർത്ത് സെന്റിനൽ ദ്വീപ് എന്നാണ്. ഈ ദ്വീപ് എങ്ങനെയാണ് ഇത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തക്കതായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരെ കൊണ്ട് തന്നെയാണ് കേട്ടോ. 1771 നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചിയാണ് ആദ്യമായി ഈ ദ്വീപിനെ പറ്റി കണ്ടെത്തിയത്. അതിനുശേഷം 1861 ഈ ഒരു പ്രദേശത്തിന് അടുത്ത് വെച്ചൊരു കപ്പൽ തകരുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നീന്തി കയറിയത് ഈ ദ്വീപിലേക്കായിരുന്നു. എന്നാൽ അവിടെയുള്ള പ്രദേശവാസികളാകട്ടെ കുന്തവും ഈ പറയുന്ന അമ്പൊക്കെ ഉപയോഗിച്ച് ഇവരെ ഉപദ്രവിക്കാനും കൊലപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. അവിടെ നിന്നും രക്ഷപ്പെട്ട കുറച്ചു പേരെ പിന്നീട് വന്നൊരു കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ ആ കപ്പലിലുള്ള ആൾക്കാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. അതോടുകൂടി മനസ്സിലായി ഇവിടെയുള്ള പ്രദേശവാസികളുടെ അടുത്തേക്ക് നമുക്കൊന്നും പോകാനോ ആ പ്രദേശത്ത് എന്താണ് നടക്കുന്നതെന്നോ അവരെങ്ങനെയാണോ ജീവിക്കുന്നതെന്നോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ആ ഒരു സമയത്ത് അത്ര വലിയ അത്ഭുതം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, ആമസോൺ കാടുകളിലും ഇങ്ങനെയുള്ള ഗോത്രവർഗ്ഗക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് അത്ഭുതമായി തുടരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞു അല്ലേ, ആമസോൺ കാടുകളിൽ ചെന്ന് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വർഷമായിട്ടും ഈ ദ്വീപിലേക്കൊന്ന് കടക്കാനോ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നോ അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തിനു പറയുന്നു, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പോലും ദൂരെ നിന്ന് കപ്പലുകളിൽ പകർത്തിയതും വിമാനത്തിൽ നിന്ന് പകർത്തിയതും പോലും മാത്രമേ നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടുള്ളൂ. അവിടെ ആരൊക്കെ കയറാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ മരണത്തിലേക്കാണ് ചെന്ന് കയറി കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ വളരെ പൈശാചികമായിട്ടാണ് പെരുമാറുന്നത്. ഈ പെരുമാറ്റം കൊണ്ട് തന്നെ 2006 അവസാനമായി 2 മത്സ്യത്തൊഴിലാളികളാണ് ഈ ദ്വീപിലേക്ക് ചെന്ന് കയറിയത്. അവരുടെ വിവരവും പിന്നീട് ഒട്ടും ലഭിച്ചിട്ടില്ല. ഇതിനുശേഷം നമ്മുടെ ഇന്ത്യ അവരെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കി അങ്ങ് വിട്ടു. ആ ദ്വീപിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ, എന്തിനു പറയുന്നു, 3 കിലോമീറ്റർ ചുറ്റളവിൽ ആരും ചെല്ലാനോ ഇവരെ ശല്യപ്പെടുത്താനോ പാടില്ല. കാരണം അവരെ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ. ആ സമയത്ത്, അതായത് ഈ ഒരു ദ്വീപ് കണ്ടുപിടിച്ച സമയമുണ്ടല്ലോ, അന്ന് ഏകദേശം 8000 ആൾക്കാർ ഈ ഒരു ദ്വീപിലുണ്ടെന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 13, 14 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അടുത്തറിയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ദൂരെ നിന്നൊക്കെ അത് സെർച്ച് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ അറിയാൻ ശ്രമിക്കുന്നവർ പറയുന്നത് ഏകദേശം 150 ആൾക്കാരോളം ഇപ്പോഴും ആ ദ്വീപിലുണ്ടെന്നാണ്. അവർ ഈ പറയുന്നത് പോലെ മീൻ പിടിച്ചും ഈ പറയുന്ന രീതിയിലൊക്കെയാണ് അവരുടെ ഭക്ഷണമൊക്കെ കണ്ടെത്തുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമുക്കൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞ മനുഷ്യന്മാരായിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ജോൺ എന്ന് പറയുന്ന ഒരു യുവാവ് ഇവരുടെ ഇടയിലേക്ക് ചെന്ന് ഇവരെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ, അതായത് ഈ മത്സ്യബന്ധനത്തിനൊക്കെ സഹായിക്കുന്ന കുറേ അധികം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഈ അമ്പ് ചെയ്താലും കുന്തമെറിഞ്ഞാലും ഒന്നും ശരീരത്തൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പടച്ചട്ട പോലെയൊക്കെയുള്ള കുറേ സാധനമൊക്കെ ഉപയോഗിച്ച് തൻ്റെ നെഞ്ചും ശരീരവും ഒക്കെ മറച്ചുകൊണ്ടാണ് ജോൺ ഈ ദ്വീപിലേക്ക് കടന്നു ചെന്നത്. പക്ഷേ ആദ്യം തന്നെ ഒരു 10 വയസ്സുകാരൻ ജോണിനെതിരെ അമ്പ് ചെയ്തു. അത് അയാളുടെ ആ ഒരു ഡയറി തന്നെ ഈ ഒരു സംഭവമൊക്കെ രേഖപ്പെടുത്തിയത്. ആ ഒരു അമ്പ് ചെയ്തത് കൊണ്ടതാകട്ടെ തൻ്റെ ബൈബിളിലാണ്. വളരെ വലിയ സങ്കടത്തോടെയാണ് ഈ വിവരങ്ങളൊക്കെ തൻ്റെ ഡയറിയിൽ ജോൺ കുറിച്ചത്. പിന്നീട് വീണ്ടും ഇല്ല, ഞാൻ എന്തായാലും അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാരെ കണ്ട് സംസാരിച്ച് അവരെ മതപരിവർത്തനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ജോൺ വീണ്ടും പോയി. പക്ഷേ പിന്നീട് ജോണിനെ പറ്റി ആരും അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അവൾ വേറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, ഒന്നും അറിയില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ 2004 സുനാമി ഉണ്ടായില്ലേ, ആ സമയത്ത് നമ്മുടെ ലോകം ഒട്ടാകെ ഒരുപാട് രാജ്യങ്ങൾ ഇതിൻ്റെ പേരിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും രക്ഷിക്കാനായി ശ്രമിച്ച അല്ലെങ്കിൽ അവിടെയുള്ള ദ്വീപ സമൂഹത്തിൽ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം ഒരു ഹെലികോപ്റ്ററിനെ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പോലും നേരെ ഈ പറയുന്ന പോലെ ആക്രമണമാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മുടെ ഭൂമിയായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇപ്പോഴും നോർത്ത് സെന്റിനൽ ദ്വീപ് ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. ആരും കടക്കാൻ പോലും പേടിക്കുന്നത്, അതായത് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർ പോലും കടക്കാൻ ഭയന്ന് അല്ലെങ്കിൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞ ഒരു ആപത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, അവിടെ എങ്ങനെയാണ് അവർ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെ ആഹാരങ്ങളാണ് അവർ കഴിക്കുന്നത്, എന്താണ് ഈ തരത്തിൽ പുറം ലോകത്ത് നിന്ന് വരുന്നവരെ ഈ തരത്തിൽ ആട്ടിപ്പായിക്കാനും കൊലപ്പെടുത്താനും ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്നതെല്ലാം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.